ചില ആളുകളിൽ 65 വയസ്സിന് ശേഷം അവരുടെ ബ്രെയിൻ ജനറലായിട്ട് ചുരുങ്ങുകയും ഹിപ്പോ ക്യാമ്പസ് പോലത്തെ മെമ്മറിയുടെ ഫംഗ്ഷൻസ് വഹിക്കുന്ന ഏരിയാസിൽ ചിലതരം പ്രോട്ടീൻസ് അടിഞ്ഞുവിടുകയും ചെയ്യുമ്പോഴാണ് അൽസൈമേഴ്സ് രോഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ 2 മുതൽ 4 വർഷത്തോളം വളരെ സ്ലോ ആയിട്ടാണ് ഈ രോഗം പ്രോഗ്രസ് ചെയ്യുക. ഇനീഷ്യലി ചെറിയ ചെറിയ മറവികളായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവർ വെച്ച സാധനം എവിടെയാ വെച്ചതെന്ന് ഓർമ്മയില്ല, ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, പേരുകൾ മറക്കുക, അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് ഓർമ്മ കാണില്ല. ഇതിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും മറക്കുക, വീട്ടിലെ റൂംസ് തമ്മിൽ മാറിപ്പോവാം. രോഗം കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് സ്വന്തം കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് വരെ ഇതര സഹായം വേണ്ടി വരും. ഇതുകൂടാതെ ഇപ്പൊ അവര് വെച്ച സാധനം കാണാതാവുന്ന ഒരു സ്റ്റേറ്റ് വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ സംശയം വളർന്നിട്ട് അതൊരു ഡെലൂഷണൽ സ്റ്റേറ്റ് വരെ എത്താൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ വിഷ്വൽ ഹാലൂസിനേഷൻസ്, ഇല്ലാത്ത കാഴ്ചകൾ കാണാം. അതുപോലെ ഡിപ്രഷനും അൽസൈമേഴ്സ് പേഷ്യൻസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം സിംറ്റംസ് ഏർലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്.